പിന്നെ വേടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അവന് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെരുവിളി കേട്ടിട്ട് പേടിയായിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പേടിക്കാൻ ഒരു ആങ്കർ അങ്ങനെ പേടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ വരരുത്, ക്യാമറയ്ക്ക് മുന്നിൽ വരരുത്. മറ്റേ ഈ കമന്റ്സ് എഴുതുന്ന കണക്ക് ക്യാമറയുടെ ബാക്കിൽ പോയി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതാക്കുക. ക്യാമറയ്ക്ക് മുന്നേ ഒന്ന് ചങ്കുറ്റത്തോടെ സംസാരിക്കണം, അല്ലെങ്കിൽ പിന്നെ വരരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കഴിഞ്ഞുപോയൊരു കാര്യത്തെ വീണ്ടും കൊണ്ടുവന്ന് അതിന് ഒരു കാര്യമില്ലാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഇവിടെ ഒരു വേർതിരിവും ഞാൻ നോക്കിയിട്ടില്ല. ഈ സംവരണങ്ങളും കാര്യങ്ങളും കൊടുക്കുകയാണ്. പിന്നെ അത് മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ ആദ്യം വേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്ക് എല്ലാത്തിനുമുള്ള കഴിവുണ്ട്, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കൂടെ വരണം. അതിന്റെ കൂടെ നമ്മളെല്ലാം സ്വന്തമാക്കാനായിട്ട് നിൽക്കുന്നത്. പറഞ്ഞ ഏറ്റവും കൂടുതൽ വേർതിരിവ് ഉണ്ടാക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമകളും പരസ്യങ്ങളും തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വേർതിരിവ് കാണിക്കുന്നത്. ഏത് പരസ്യത്തിലാണ് ഒരു പരസ്യം പറഞ്ഞു? മാട്രിമോണിയുടെ പരസ്യങ്ങൾ, മുസ്ലിം മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, ഹിന്ദു മാട്രിമോണി, കീഴവ മാട്രിമോണി, ഇഷ്ടംപോലെ ജാതിയിലും ജാതി തിരിച്ചുള്ള മാട്രിമോണീസ് ഉണ്ട്. സിനിമകളിൽ അങ്ങനെ കാസ്റ്റ് തിരിച്ചിട്ട് അവര് സിനിമകൾ എടുക്കുന്നില്ലേ? പരസ്യങ്ങളിൽ ഏതാണ് ഈ മാട്രിമോണിയുടെ കാര്യം നമുക്കറിയാം. അതിന്റെ മാറ്റം വെക്കേണ്ട സമയം കഴിഞ്ഞു. അതാണ് മാറ്റങ്ങൾ വരേണ്ട കുറെ ഏരിയകളുണ്ട്. അവിടെ ഈ ഈഴവാസം മാത്രമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഈ ഷെഡ്യൂൾ കാസ്റ്റിന് മാത്രമാണോ കാസ്റ്റ് കൊടുക്കുന്നത്? അവിടെ എല്ലാ കാസ്റ്റും ഇല്ലേ? എല്ലാ കാസ്റ്റും ഉണ്ട്. ബ്രാഹ്മിൺസ് ഇല്ലേ? എല്ലാ അല്ല, ഞാൻ പറഞ്ഞത് പർട്ടിക്കുലർ വേടൻ സംസാരിക്കുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ സംസാരിക്കുന്നത് ഈ ഷെഡ്യൂൾ കാസ്റ്റിനെ കുറിച്ച് മാത്രമല്ലേ? പിന്നെ അതായത് ഇവിടെ ന്യൂനപക്ഷമായ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവരെന്ന് പറഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെയാണോ ഇവിടെ നടക്കുന്നത്?